നമസ്കാരം, ഞാൻ ബാബു പി എം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് LIC ഓഫ് ഇന്ത്യയുടെ ജീവൻ ഉത്സവ് എന്ന പ്ലാനിനെ കുറിച്ചാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2 വീഡിയോ ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ പ്രസൻറ്റേഷൻ വെറും 2 സ്ലൈഡ് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഒരു ചെറിയ ഇൻഫർമേഷനാണ് ഈ ഒരു സ്ലൈഡ്സിലൂടെ ഞാൻ തരുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, 0 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ഈ ഒരു പ്ലാനിൽ ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ 0 വയസ്സ് മുതൽ 59 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇതിനകത്ത് 16 വർഷത്തെ ടൈം സെലക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 59, 60, അങ്ങനെ 61, 62, 63 അങ്ങനെ ചെല്ലും തോറും വീണ്ടും ഇതിനകത്ത് പ്രീമിയം പേയിങ് ടൈം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള വ്യക്തികൾ ഈ ഒരു പ്ലാനിൽ എടുക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഇയർലി പ്രീമിയം എത്രയാണ്, ഡിഫർമെൻറ്റ് പീരീഡ് എത്രയാണ്, എത്രാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. 2 ഏജുകാരുടെ പ്രീമിയം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു ആദ്യത്തേതിനകത്ത് 0 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ പേരിൽ 30 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അച്ഛൻ ഈ പോളിസി എടുക്കുമ്പോൾ 16 വർഷത്തെ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യണം. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്. അദ്ദേഹത്തിന് ഇയർലി കൊടുക്കേണ്ട പ്രീമിയം എന്ന് പറയുന്നത് 30,698 രൂപയാണ്. 18ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് മണി ബാക്ക് സർവൈവൽ ബെനിഫിറ്റ് കിട്ടിത്തുടങ്ങുന്നു. എത്ര കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് എടുത്തിരിക്കുന്ന സം അഷ്യൂർഡിൻ്റെ 10% വെച്ച് എവറി ഇയർ കിട്ടുന്നതായിരിക്കും. എന്ന് വരെ ജീവിച്ചിരിക്കുന്നു അന്ന് വരെ കിട്ടുന്നതായിരിക്കും. പോളിസി ഹോൾഡേഴ്സിൻ്റെ കാലശേഷം അതിൻ്റെ ഇൻഷുറൻസ് വാല്യൂ എത്രയാണോ, ആ പോളിസിയുടെ വാല്യൂ എത്രയാണ്, ആ വാല്യൂ നോമിനിക്ക് കിട്ടുന്നത് ആയിരിക്കും. ഇനി 59 വയസ്സ് പ്രായമുള്ള വ്യക്തി ഡിഫറൻറ്റ് പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യുമ്പോൾ എത്ര വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്, എത്ര പ്രീമിയം കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഇയർലി, അതുപോലെ തന്നെ എത്രാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിൽ 5 ലക്ഷത്തിൻ്റെയാണ് സം അഷ്യൂർഡ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എവറി ഇയർ ഇതിനകത്ത് 50,000 വെച്ചേ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇനി എവറി ഇയർ 1 ലക്ഷം വേണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിന് പകരം 10 ലക്ഷം എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഡിമാൻഡ് എത്രയാണോ, ആഗ്രഹം എത്രയാണോ അതനുസരിച്ച് സം അഷ്യൂർഡ് കൂട്ടിയാൽ മതി. പ്രീമിയം കൊടുക്കാൻ ശേഷി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. മറ്റു അസുഖങ്ങളും കാര്യങ്ങളൊന്നും മെഡിക്കൽ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ അത് ഫുൾഫിൽ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇനി 59 വയസ്സ് പ്രായമുള്ള വ്യക്തി 16 വർഷത്തെ ടൈം എടുക്കുന്നു. 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെയുണ്ട്. 38,150 രൂപീസ് പ്രീമിയം ഇയർലി വരുന്നുണ്ട്. 77ാമത്തെ വയസ്സ് മുതൽ 50,000 എവറി ഇയർ കിട്ടുന്നു. ഇനി 16 വർഷത്തെ PPTക്ക് പകരം 59 വയസ്സ് പ്രായമുള്ള വ്യക്തി 15 വർഷത്തെ ടൈം സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡാണ് വരുന്നത്. ഇവിടെ അദ്ദേഹത്തിന് 40,125 രൂപ പ്രീമിയം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ഇവിടെ 1 വർഷം നേരത്തെ ക്യാഷ് കിട്ടി തുടങ്ങുന്നതായിരിക്കും. 76ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് മണി ബാക്ക് കിട്ടി തുടങ്ങുന്നതായിരിക്കും. അതായത് 50,000 വെച്ച് എവറി ഇയർ കിട്ടി തുടങ്ങുന്നതായിരിക്കും. ഇനി 15 വർഷത്തെ PPTക്ക് പകരം, PPT എന്ന് പറയുന്നത് പ്രീമിയം പേയിങ് ടൈം ആണ്, DP എന്ന് പറയുന്നത് ഡിഫർമെൻറ്റ് പീരീഡ് ആണ്. 14 വർഷത്തെ PPT സെലക്ട് ചെയ്യുമ്പോൾ 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്. 42,050 രൂപ എവറി ഇയർ പ്രീമിയം വരുന്നു. 75ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടുന്നു. 14 വർഷത്തെ PPTക്ക് പകരം 13 സെലക്ട് ചെയ്യുന്നു. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് 44,850 രൂപീസ് പ്രീമിയം വരുന്നു എവറി ഇയർ. 74ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. 13 വർഷത്തെ PPTക്ക് പകരം 12 വർഷം സെലക്ട് ചെയ്യുന്നു. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് 48,300 രൂപീസ് എവറി ഇയർ പ്രീമിയം വരുന്നു. 73ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. ഇനി 59 വയസ്സ് പ്രായം, ടൈം സെലക്ട് ചെയ്തിരിക്കുന്നത്, PPT സെലക്ട് ചെയ്തിരിക്കുന്നത് 11 വർഷമാണ്. DP ഇവിടെ 2 വർഷമാണ്. 52,525 രൂപീസ് എവറി ഇയർ പ്രീമിയം വരുന്നു. 72ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. ഇനി 10 വർഷത്തെ DP സെലക്ട് ചെയ്തിരിക്കുന്നു. പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്തിരിക്കുന്നു. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് 57,775 രൂപ പെർ ഇയർ പ്രീമിയം വരുന്നു. 71ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. ഇനി 10ന് പകരം 9 വർഷത്തെ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യുന്നു. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്. 62,550 രൂപ ഇയർലി പ്രീമിയം വരുന്നു. 70ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. 9 വർഷത്തെ PPTക്ക് പകരം 8 വർഷം സെലക്ട് ചെയ്യുന്നു. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ്
72,600 പെർ ഇയർ പ്രീമിയം വരുന്നു. 69ാമത്തെ വയസ്സ് മുതൽ 50,000 രൂപ വെച്ച് കിട്ടുന്നു. ഇനി മുന്നോട്ട് 8 വർഷത്തെ PPTക്ക് പകരം 7 വർഷം സെലക്ട് ചെയ്യുമ്പോൾ ഡിഫർമെൻറ്റ് പീരീഡ് 3 വർഷമാണുള്ളത്. 81,050 റുപ്പീസ് പെർ ഇയർ പ്രീമിയം വരുന്നു. 69ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടുന്നു. ഇനി 7 വർഷത്തെ PPTക്ക് പകരം 6 വർഷം സെലക്ട് ചെയ്യുന്നു. 4 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡാണ് ഇവിടെ ഉള്ളത്. 1,05,000 റുപ്പീസ് പെർ ഇയർ പ്രീമിയം വരുന്നു. 69ാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങുന്നു. ഇനി 59 വയസ്സ് പ്രായമുള്ള വ്യക്തിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ 5 വയസ്സ് മുതൽ പ്രീമിയം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ 5 വർഷത്തെ പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്താൽ എത്ര വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്, എത്ര പ്രീമിയം ആകും, എത്രാമത്തെ വയസ്സ് മുതൽ ക്യാഷ് കിട്ടി തുടങ്ങും എന്നുള്ളത് ഇനിയും അതിനെക്കുറിച്ച് ആ ഒരു ലാസ്റ്റ് അറിയാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഈ ലാസ്റ്റ് സ്ലൈഡിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ അസൗകര്യമായിരിക്കും, യാത്രയിലായിരിക്കും, അങ്ങനെ പല മീറ്റിങ്ങിലായിരിക്കും, അങ്ങനെ പല പല കാരണങ്ങളും കാണും കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ബൈ.